ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചിക്കൻ ഗീ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ആയാലും എടുക്കാം, വിത്ത് ബോണായാലും എടുക്കാം. ഇത് വിത്ത് ബോണാണ്. 1 കിലോ ഫ്ലഷ് ഉണ്ട് ഇത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ്, പിന്നെ ഒരു മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് തൈര് വേണം, അധികം പുളിയില്ലാത്തത്, ഒരു 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് വേണ്ടി വരും. സമയത്തിന് കൂടിയാലും കുഴപ്പമില്ല, നന്നായി ഇതൊക്കെ പിടിക്കും. നന്നായി കുഴച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക്, മല്ലി, ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, അതും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മുളക് ഇടുന്നുണ്ട്. ഇത് 2 തരം മുളകുണ്ട്. ഇതൊരു ബേഡിക്കി എന്ന് പറഞ്ഞ മുളകാണ്, വണ്ണം കുറഞ്ഞത്. സാധാരണ മുളക് ഇട്ടാലും മതി നിങ്ങൾ. അത് കുറച്ച് കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. പിന്നെ ഇത്തിരി കുറവുള്ള കാശ്മീരി ഇട്ടിട്ടുണ്ട്. രണ്ടും 6 വീതം ഇട്ടിട്ടുള്ളത്. അതൊന്ന് ചൂടാക്കി എടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കുക. പിന്നെ അതിൽ കൂടെ നമുക്ക് ഒരു 3 സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു സ്പൂൺ ജീരകം. മല്ലിയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജീരകം ഇടുക. ഇതൊന്ന് റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. തണുക്കുമ്പോൾ ഇട്ടാൽ മതി. കുറച്ച് ഞാനൊരു കഷ്ണം ഇഞ്ചി ഉണ്ട് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ചൊരു 10-11 വെളുത്തുള്ളി ഉണ്ട്. അത് വറക്കണ്ട, വെറുതെ അരയ്ക്കുമ്പോൾ ഒന്നിച്ച് അതിൽ കൂടിയിട്ട് വരയ്ക്കും. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഗീ ഒഴിക്കണം. ഗീ റോസ്റ്റ് ആകുമ്പോൾ ഗീയിലല്ല തയ്യാറാക്കുക. അപ്പോൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട വിധത്തിലുള്ള അത്ര നെയ്യ് വേണ്ടി വരും. ഞാനൊരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായി ഒന്നും വറക്കണ്ട, വെന്താൽ മതി. ഇതിൽ ചിക്കൻ്റെ വെള്ളവും പിന്നെ തൈരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ ഇറങ്ങി ചിക്കൻ വെന്തോളും. ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ചും കൂടി വേണ്ടി വരെ ഞാനൊരു സ്പൂൺ കൂടി ഒഴിക്കുന്നുണ്ട്. എല്ലാം ഇതിൽ തന്നെ ഇടാം. ഇതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രം വെച്ചതാണ്. ഇത് ഒന്ന് ചൂടാകുമ്പോൾ ഒന്ന് ചെറുതാവും, ഇതൊന്ന് ചുരുങ്ങി പോകും. അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ വരും. ബാക്കിയുള്ള ഇതും കൂടെ ഇതിൽ ഒഴിക്കാം.
ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡ് കുറച്ചായി പോകുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വേറെ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മൊരിയൊന്നും വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിൽ അല്ലെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഗ്യാസ് ചെറുതാക്കി വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. ഞാൻ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിന് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക്. ഇതെല്ലാം വെന്തിട്ടുണ്ട്. മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ച ഗ്രേവി ഇതിലിട്ടിട്ടൊന്ന് തയ്യാറാക്കണം. മൊരിയൊന്നും വേണ്ട, കളറൊന്നും മാറണ്ട, വെന്താൽ മതി. അപ്പോൾ തൈരിൻ്റെ വെള്ളവും ചിക്കനിലെ വെള്ളവും കൂടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഗ്രേവി ഒഴിക്കാം. ഞാനിവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കാം. ഇതിൽ ഫുൾ മസാലയാണ് അരയ്ക്കുന്നത്, മുളകും മല്ലിയൊക്കെ. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവിക്ക് കുറച്ച് ഗ്രേവി എന്ന് പറയാൻ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും അതിന് കുറച്ച് കട്ടിയൊക്കെ കിട്ടും. ഇനി ഇതിൽ കുറച്ചൊരു 2 സ്പൂൺ സാമ്പാറിലിടുന്ന പുളിയില്ലേ, വാളൻ പുളി, അതിൻ്റെ ഗ്രേവി ഒഴിക്കേണ്ട വരും. അത് കുറച്ച് വെള്ളത്തിൽ ആ പുളി തിളപ്പിച്ചിട്ടപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. അത് ഇതിൽ കൂടെ തന്നെ അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം. ഞാൻ ഇതിൽ സെപ്പറേറ്റായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 സ്പൂണുള്ളത്. ഇനി കുറച്ച് വെള്ളം നമുക്ക് ഇതിലൊഴിച്ചിട്ട് ഒന്ന് കുറച്ചും കൂടി ഇതിലത്തെ മുളകൊക്കെ കിട്ടണ്ട അതിലേക്ക് ഒഴിക്കും. നല്ല കളറുണ്ട്. നമ്മൾ മറ്റേ മുളക്, എരിയുള്ള മുളക് എടുക്കണമെങ്കിൽ ഇത്ര എണ്ണ എടുക്കണ്ട കേട്ടോ, കുറച്ച് കുറവെടുത്താൽ മതി. കുറച്ചും കൂടി ഒഴിക്കാം. ഈ മുളകിൻ്റെ കുത്തൊന്ന് പോയതിന് ശേഷം നമുക്ക് ആ ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് കുറച്ച് നേരം 2-3 മിനിറ്റ് ഒന്നും കൂടി വേവിക്കേണ്ടത്. വെന്തിട്ടുണ്ട്, നല്ല മസാലയൊക്കെ അതിൽ പിടിച്ച്. ഫ്രൈ ആകുമ്പോൾ അധികം റോസ്റ്റൊക്കെ ആകുമ്പോൾ അധികം ചാറുണ്ടാവില്ല. ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലിടാം. ചിക്കനിലിട്ടിട്ട് നന്നായി ഇളക്കുക. ഇതിലത്തെ നമ്മൾ ആദ്യം ഒഴിച്ച ഗീയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന്
ചെറിയ തീയിൽ വെക്കേണ്ട വരും. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് വേണ്ടി വരും. ആ ഗ്രേവിയിലൊന്നും ഉപ്പില്ല, കുറച്ച് ഉപ്പും കൂടി ഇടാം. നമ്മുടെ ഗീ റോസ്റ്റ് തയ്യാറായി. അപ്പം അതിൽ ഉപ്പ് നോക്കിയിട്ട് ഇടുക, കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ. മുളക് അതുപോലെ എരിവ് നോക്കിയിട്ട്, എരിവുള്ള മുളകുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞത്ര എണ്ണ ഇടണ്ട, കുറച്ച് കുറവിട്ടാൽ മതി. പിന്നെ വാളംപുളിയുടെ പഴുപ്പ്, വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടാൽ നല്ല കട്ടിയിൽ കിട്ടും അത്. ഇനി ഇതിൽ കുറച്ച് ശർക്കര ഇടേണ്ട വരും. ഇതൊരു ശർക്കരയുടെ പൊടിയാണ്. അതിൽ പുളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാ ടേസ്റ്റും ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇടുന്നുണ്ട്, ശർക്കരപ്പൊടി. പിന്നെ കുറച്ച് വേപ്പില ഇടാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഗീയിൽ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 5-6 വേപ്പില ഇട്ടിട്ടുണ്ട്. അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ചിക്കൻ ഗീ റോസ്റ്റ് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഇത് ചപ്പാത്തിയിലേക്ക് ഫ്രൈഡ് റൈസോ വെജ് പുലാവോ എന്തിൽ കൂടെ വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.